വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് കുമ്പിളപ്പം. അതായത് ഞങ്ങളുടെ നാടായ പാലയിലൊക്കെ പറയുന്ന പൂച്ച പുഴുങ്ങിയത്. ഇതിന് നമുക്ക് വേണ്ട ചേരുവകൾ: ചക്കപ്പഴം പറ്റിച്ചത്, ഏലക്കാപ്പൊടി, ശർക്കര ചീവിത് 1 കിലോ, തേങ്ങാ ചെരുവ് 2 എണ്ണം, പിന്നെ പൊടികളിൽ ഈന്തങ്ങ പൊടി, അരിപ്പൊടി, റവ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കാണുന്ന ചക്കപ്പഴം പറ്റിച്ചത് നമ്മുടെ ചക്കപ്പഴം ഉപയോഗിച്ചുണ്ടാകുന്ന വിഭവങ്ങളുടെ സീരീസിൽ പാർട്ട് 1 കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ചെരുവ് എടുത്ത് അതിലേക്ക് തേങ്ങാ ചെരുവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശർക്കര ചീവിതം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചക്കപ്പഴം പറ്റിച്ച് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. ചക്കപ്പഴം പറ്റിച്ചത് മുഴുവൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം കുഴയ്ക്കാൻ. നന്നായി കുഴച്ചതിന് ശേഷം നമ്മുടെ പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. സാധാരണ എല്ലാവരും റവപ്പൊടി മാത്രം ഉപയോഗിച്ചാണ് പൂച്ച പുഴുങ്ങുന്നത്. എന്നാൽ റവയ്ക്കൊപ്പം ഈന്തങ്ങപ്പൊടിയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ പൂച്ച പുഴുങ്ങിയതിന് നല്ല സോഫ്റ്റും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. എല്ലാ പൊടികളും ചേർത്ത് മിക്സ് ആയതിനു ശേഷം ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് ഒരു 30 മിനിറ്റ് അത് മാറ്റി വെക്കുക. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പിളയിലേക്ക് നമ്മുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ കാണിക്കുന്ന പോലെ കുമ്പിള് കുത്തി ഓരോന്നായി മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം കുമ്പിള് നിറച്ച് കഴിയുമ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് നന്നായി ആവ് കയറുന്ന രീതിയിൽ അടുക്കി വെക്കുക. ശേഷം അതിന്റെ അടപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം ഇഡ്ഡലി പാത്രം ചെറുതായി ഒന്ന് തുറന്ന് ആവി കളയാൻ വെക്കുക. അങ്ങനെ നമ്മുടെ പൂച്ച പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.